ഹായ് ഗായ്സ്, ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ്. നിങ്ങളുടെ ഫോൺ വാങ്ങിയത് മുതൽക്കേ നിങ്ങളുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ആയിട്ട് പോയിട്ടുള്ള എല്ലാ ഫോട്ടോസും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. വീഡിയോ അവസാനം വരെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കാണ് അതുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഡിസ്ക് ഡിഗർ എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്ന് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഫോൺ റൂട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ലോഡാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊത്തം ഫോട്ടോ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ മൊത്തം ഫോട്ടോ എൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഇത് ലോഡാവാനായിട്ട്. ഇനി നമുക്ക് താഴെ രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും, റിക്കവർ, ക്ലീനപ്പ്. ഈ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏതൊക്കെ ഫോട്ടോസാണ്, ഇതിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസും അത് കൂടാതെ നേരത്തെ ഡിലീറ്റ് ആയിട്ട് പോയ ഫോട്ടോസും ഒക്കെ കാണാൻ പറ്റും. നമുക്ക് റിക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോസ് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം താഴെ റിക്കവർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ മിഡിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ലൊക്കേഷൻ സെലക്ട് ചെയ്യാം നമ്മുടെ ഫോണിലുള്ള, അവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യമുള്ള ഓപ്ഷനാണ് ബെറ്റർ, നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളത്. ഞാനിപ്പോൾ ട്രൈ ചെയ്തതുമാണ് ഈ ഒരു ഓപ്ഷന്. നമുക്ക് ഡ്രോപ്പ് ബോക്സോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവോ ഇമെയിൽ ഐഡിയിലോ സെൻഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും സേവ് ടു ഡ്രൈവ് അല്ലെങ്കിൽ ജിമെയിൽ എന്ന ഓപ്ഷൻ കാണാം. അതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യമുള്ള ഫോട്ടോസ് ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ബാക്കോട്ട് പോയിട്ട് മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഇതുപോലെ നമ്മുടെ ഫോണിൽ, നമുക്ക് കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ റീസൈക്കിൾ ബിന്നിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ ഫോണിൽ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഫോട്ടോസ് നമുക്ക് ഒരിക്കലും റിക്കവർ ചെയ്യേണ്ട എന്ന തരത്തിലുള്ള ഫോട്ടോസ് ആണെങ്കിൽ നമുക്കത് എപ്പോഴേക്കും ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതിനായിട്ട് ഇവിടെ താഴെ ക്ലീൻ അപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം കാണുന്നത് തംബ്നെയിൽ ക്യാച്ച് ഫോട്ടോസ് ആണ്. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ തംബ്നെയിൽ ക്യാച്ച് ഒക്കെ മൊത്തം ക്ലിയർ ചെയ്ത് കളയാം. ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് താഴെ ഡിലീറ്റ് പെർമനൻ്റ്ലി എന്ന ഓപ്ഷൻ കാണാം, അതിൽ ടച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ മുകളിൽ തൊട്ടരികിൽ നമുക്ക് ഫോട്ടോസ് എന്ന് കാണാൻ പറ്റും. 10,000-ൽ കൂടുതൽ ഫോട്ടോസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ഒരിക്കലും ചെയ്യേണ്ട എന്ന തരത്തിലുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് പെർമനൻ്റ്ലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്നേക്കുമായിട്ട് നമ്മുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ട് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഏതൊരു ഫോട്ടോസും പഴയ ഫോട്ടോസ് റിക്കവർ ചെയ്യാനും പറ്റും, പിന്നെ നമുക്ക് ക്ലീൻ അപ്പ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോയുമായി. താങ്ക് യു.